ലേക്കയുടെ ബഹിരാകാശ യാത്ര. 1957 മനുഷ്യർ ബഹിരാകാശത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയ കാലം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ കഠിനമായ ബഹിരാകാശ മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരം ശക്തമായി മുന്നോട്ട് പോയ സമയത്താണ് മനുഷ്യന്റെ കയ്യൊപ്പ് രേഖപ്പെടുത്തിയതിനു മുൻപേ ഒരു ജീവിയെ തന്നെ ബഹിരാകാശത്തേക്ക് അയക്കുവാനുള്ള തീരുമാനം സോവിയറ്റ് യൂണിയൻ എടുത്തത്. ആ ജീവി ഒരു പെൺനായയായിരുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ ജീവിയാണ് ലേക്ക. 1957 നവംബർ 3 സ്പുട്നിക് 2 എന്ന ബഹിരാകാശ പേടകത്തിൽ അവളെ വിക്ഷേപിച്ചത്. മോസ്കോ നഗരത്തിലെ തെരുവിൽ നിന്നും തന്നെ 5 പട്ടികളെ ശാസ്ത്രീയമായി തിരഞ്ഞെടുത്തു. ആ പട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകി. ശബ്ദവും വെളിച്ചവുമില്ലാത്ത പരിമിത മാർഗങ്ങളിലുള്ള സാഹചര്യങ്ങളിലായിരുന്നു പരിശീലനം. ഒടുവിൽ കറുപ്പും വെളുപ്പും കലർന്നൊരു ശാന്ത സ്വഭാവമുള്ള 3 വയസ്സുകാരിയായ പെൺനായയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ശാസ്ത്രജ്ഞർ അവളെ സ്നേഹത്തോടെ കുദ്രിയാവ്ക എന്ന് വിളിച്ചിരുന്നു. പക്ഷെ പ്രസിദ്ധീകരിക്കുവാനായി അവൾക്ക് നല്ലൊരു പേര് വേണമായിരുന്നു. അങ്ങനെ പുതിയൊരു പേര് നൽകി, ലേക്ക. ശാസ്ത്രീയപരമായ ഉദ്ദേശങ്ങൾക്കായി അവളുടെ ശരീരത്തിൽ സെൻസറുകളും മെഡിക്കൽ ഉപകരണങ്ങളും ഘടിപ്പിച്ചിരുന്നു. വിക്ഷേപണത്തിനു ശേഷം ലേക്ക 103 മിനിറ്റുകളിൽ ഭൂമിയെ മുഴുവനായി വലം വെച്ചു. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്ന ആദ്യ ജീവിയായി ലേക്ക ചരിത്രത്തിലേക്ക് കടന്നു. എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പേടകത്തിനുള്ളിൽ താപനില ഉയരുവാൻ തുടങ്ങി. ഹീറ്റ് ഫീൽഡിന്റെ തകരാർ മൂലമായിരുന്നു ഇത്. കണ്ടുപിടിച്ചിട്ടുള്ള രേഖകൾ പ്രകാരം ലോഞ്ച് നടന്ന ദിവസം ഉച്ചയ്ക്ക് മുൻപേ തന്നെ ലേക്ക മരിച്ചു. എങ്കിലും സോവിയറ്റ് സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതിനോട് യോജിച്ചിരുന്നില്ല. 9 ദിവസം വരെ ലേക്ക ജീവനോടെ ഉണ്ടായിരുന്നെന്നും അവൾ ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, പ്രതികരിച്ചു എന്നൊക്കെ ഉൾപ്പെടുത്തി സോവിയറ്റ് മാധ്യമങ്ങൾ ലോകത്താകെ പ്രചരിപ്പിച്ചു. പിന്നീട് ഈ വാർത്തകളെല്ലാം തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. ലേക്കയുടെ യാത്ര ഒരു വിജയം മാത്രമല്ല, ഒരു ദുഃഖഗാഥയാണെന്നും ചരിത്രം പറയുന്നു.